നമസ്കാരം. നവീൻ ബാബുവിന്റെ കേസ് CBI വരുമോ ഇല്ലയോ എന്നറിയാനായി നമ്മൾ ഇനി 2 ദിവസം കൂടെ കാത്തിരുന്നാൽ മതി. 21-ാം തീയതിയോടുകൂടി ഹൈക്കോടതി അതിലൊരു വിധി പറയുകയാണ്. സത്യത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ തവണ പറഞ്ഞത് ഈ ഒരു CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യമാണ്. CBIക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നല്ല അറിയേണ്ടത്, ഈ ഒരു കേസിൽ CBI അന്വേഷണം അനിവാര്യമാണോ എന്നാണ് അറിയേണ്ടത് എന്നുള്ളതാണ്. പലരും പറയുന്നുണ്ട് CBI അന്വേഷണം വേണം, അല്ലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ MV ജയരാജൻ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറയുന്നത് അന്വേഷണം തൃപ്തികരമായി പോകുന്നു എന്നാണ്. സത്യത്തിൽ ആരാണ് അദ്ദേഹം ഈ കാര്യം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയാൻ? അങ്ങനെ പറയേണ്ട കുടുംബമാണ് ഇപ്പോൾ ആവശ്യവുമായി മുന്നോട്ട് വരുന്നതല്ലേ. ഇപ്പോഴത്തെ PP ദിവ്യയ്ക്ക് ജാമ്യ ഇളവടക്കം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഏതായാലും തുടക്കം മുതൽ തന്നെ നമുക്കറിയാം ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നറിയാം. ആത്മഹത്യ പിന്നീട് ഇതൊരു കൊലപാതകമാണോ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തുടക്കം മുതൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളി വാർത്ത അതിനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകളിലൂടെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കൃത്യമായി പറഞ്ഞ ഒക്ടോബർ 15-നാണ് നവീൻ ബാബു കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത രീതിയിൽ കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞിട്ടും യാതൊരു പുരോഗതിയും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തെങ്കിലും ഒരു പുരോഗതി വന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ കുടുംബം പോയതിനു ശേഷം അതെ മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയിൽ ദിവ്യയ്ക്ക് ഇളവ് ലഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ദിവ്യ പുറത്തിറങ്ങിയ ശേഷം പൊതുപരിപാടികളിലൊന്നും, ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്, ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്, പക്ഷെ അവിടെ ഒന്നും തന്നെ PP ദിവ്യയെ കാണാനില്ലായിരുന്നു. മാത്രമല്ല നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, പണ്ടൊക്കെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകളും പല കാര്യങ്ങളിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു PP ദിവ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു കേസൊക്കെ നടന്ന വിവാദങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം PP ദിവ്യ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും തന്നെ പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഒന്നും തന്നെ നടത്തുന്നില്ല, മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നില്ല, പൊതുപരിപാടി പ്രത്യക്ഷപ്പെടുന്നില്ല, എന്തിനേറെ പറയുന്നു വീടിന് പുറത്തു പോലും ഇറങ്ങുന്നില്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പക്ഷെ ഇപ്പോൾ കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിയിരിക്കുകയാണ്. അതായത് PP ദിവ്യയ്ക്ക് ഇനി കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ ഇത്രയും കാലം അത് പറ്റില്ലായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ഈ ഒരു വിധി വരുന്നത് ദിവസം വരെ എല്ലാ ദിവസവും, അതായത് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്ന് അന്ന് ജാമ്യം നൽകുന്ന സമയത്ത് കോടതി പറഞ്ഞിരുന്നു. പക്ഷെ ഇനി PP ദിവ്യയ്ക്ക് അതും വേണ്ട, ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം. അതായത് ഇപ്പോൾ എല്ലാം PP ദിവ്യയ്ക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോ ഈ ഒരു കേസിന്റെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് പറഞ്ഞാൽ മാത്രം PP ദിവ്യയ്ക്ക് ഹാജരായാൽ മതി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൊതുപരിപാടികളിൽ പങ്കെടുക്കാം, യോഗങ്ങളിൽ പങ്കെടുക്കാം, അതിപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ അതുമാവാം. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പറയുന്ന പോലെ ഈ വേട്ടക്കാർക്ക് അനുകൂലമാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. കോടതി ഇപ്പോൾ പറയുന്ന പോലെ തന്നെ കോടതി വിധിയെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ കോടതി വിധിയെ പോലും വിമർശിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈ PP ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ ഇത്തരം ഇളവുകൾ ഇളവല്ല വന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ജാമ്യ പത്രത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉള്ള വിമർശനമായിരുന്നു കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തേക്ക് പോകരുത് എന്നായിരുന്നു PP ദിവ്യയ്ക്ക് ഉണ്ടായിരുന്ന ഒരു നീക്കം. പക്ഷെ കണ്ണൂർ ജില്ലയ്ക്ക് അകത്ത് PP ദിവ്യയെ കയറ്റരുത്, അങ്ങനെ കയറ്റാതിരിക്കണമായിരുന്നു എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. കാരണം അങ്ങനെ കയറ്റാതിരുന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷെ പല കേസുകളിലും അല്ലെങ്കിൽ ഈ ഒരു കേസിലെ പല ഘട്ടത്തിലും PP ദിവ്യയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കണ്ണൂരിൽ നിന്ന് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺടാക്ട്സ് ഉപയോഗിച്ച് കണ്ണൂരിൽ നിന്ന് ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ കണ്ണൂരിന്റെ അകത്ത് കയറ്റരുതായിരുന്നു, അങ്ങനെ ആവണമായിരുന്നു വിധി എന്നുള്ളൊരു കൂട്ടർ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു ഇളവൊക്കെ മാറി പൂർവാധികം ശക്തിയോടുകൂടി PP ദിവ്യ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ കൂടി മുന്നോടിയായാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി, ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ എടുത്തുപൊക്കി ആഘോഷമാക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു കാര്യം ഉണ്ട്. മാത്രമല്ല നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ നവീൻ ബാബുവിന്റെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് CBI അന്വേഷണം വേണമെന്ന് തന്നെയാണ്. CBI അന്വേഷണം വരുമോ ഇല്ലയോ എന്ന് ഇനി കോടതിക്ക് നിർവാഹമില്ലാത്ത ഘട്ടത്തിലേക്ക് പോകാൻ CBI അന്വേഷണം ഈ ഒരു കേസിൽ അത് ഉത്തരവിടാതെ അല്ലെങ്കിൽ CBI അന്വേഷണം വേണം എന്നുള്ളൊരു ഉത്തരവിടാതെ കോടതിക്ക് പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ എഫക്ട് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു വാർത്ത, എല്ലാ വാർത്തകളും ഇപ്പോൾ ചർച്ചയാകാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഇത്രയും ഒരു പിടിച്ചുലച്ച ഒരു വാർത്ത അത് വേറെ ഉണ്ടാകുന്ന കുറച്ച് നാൾ, ഇത് ഇപ്പോൾ ഈ ഒരു സമീപകാലത്തുള്ള പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ എല്ലാ ജനങ്ങൾക്കും വ്യക്തമായ അഭിപ്രായമുണ്ട്, സംശയങ്ങളുണ്ട്, ചോദ്യങ്ങൾ
പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ സാധൂകരിക്കേണ്ട ഉത്തരവാദിത്തം സത്യത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട്. കാരണം നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരു പറ്റം കൂട്ടരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അത്യന്തം നമ്മൾ വിശ്വസിക്കുന്നതും അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീതിദേവതയ്ക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് CBI അന്വേഷണം അത് ഹൈക്കോടതി കൊണ്ടുവരണമെങ്കിൽ ഹൈക്കോടതിയുടെ വിശ്വാസ്യത അത് ഈ പറയുന്ന സാധാരണക്കാരുടെ മനസ്സിലുള്ള വിശ്വാസ്യത അത് ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി CBI വന്നാൽ തന്നെ ഈ കേസിൽ ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. പ്രധാനമായും സർജനെ കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. ആരാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയത്, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഒപ്പം അതുപോലെ തന്നെയാണ് ആ സർജൻ എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള സമയ വ്യത്യാസങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. PP ദിവ്യയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ എതിർത്തുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ വളരെ കൃത്യമായി അക്കമിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് എന്തുകൊണ്ടാണ് കൊലപാതകം, അതായത് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൊലപാതകമാണ് അല്ലെങ്കിൽ ആരും കെട്ടിത്തൂക്കിയതാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായി തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ മഞ്ജുഷ കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു ചാർജറിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു കയറിൽ എങ്ങനെയാണ് 55 കിലോയുള്ള നവീൻ ബാബു തൂങ്ങി മരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ രക്തവും സ്രവവും ഒക്കെ തന്നെ പുറത്തു വരാതെ നിൽക്കുന്നത്, ഈ സലൈവ ഇങ്ങനെ ഒഴുകാറുണ്ട് അത് കണ്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഈ അടിവസ്ത്രത്തിലെ രക്തക്കറ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള പരാമർശം ഇൻക്വസ്റ്റിലുണ്ട്, പോസ്റ്റ്മോർട്ടത്തിലില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സാഹചര്യം സ്ഥലം ഇവിടെയല്ല, പരിയാരം മെഡിക്കൽ കോളേജിലല്ല വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സർജനെ അദ്ദേഹം എന്തിനാണ് കളവ് പറഞ്ഞത്, ആർക്കു വേണ്ടിയാണ് കളവ് പറഞ്ഞത്, സർജനെ ആരെങ്കിലും വിലക്കെടുത്തോ, അത്തരം ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. മാത്രമല്ല ഇനിയിപ്പോ ഇതിന്റെ കൂടെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അധികം പ്രമുഖ നേതാക്കൾ, അതായത് CPM അധികം നേതാക്കളൊന്നും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ MV ജയരാജൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയണ നമ്മുടെ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഞങ്ങള് 100% ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ് നിൽക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് നീതി ലഭിക്കുന്നവരെ അവരോടൊപ്പം നിൽക്കും പാർട്ടി എന്നുള്ള രീതിയിൽ അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു MV ഗോവിന്ദൻ. എനിക്ക് തോന്നുന്നു പിന്നെ വേറെ ആരും ഇത്ര ഇതായിട്ട്, അതായത് ഈ ഒരു പ്രമുഖ നിരയിൽ നിൽക്കുന്ന വേറെ നേതാക്കളൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ MV ജയരാജൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി. അതായത് ഇനി അധികമാരും പറയേണ്ടതില്ലല്ലോ. CPM എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പറയുന്നതാണ്, ഞാനാണല്ലോ പറയുന്നത്, സെക്രട്ടറി ആണല്ലോ പറയുന്നത്, പിന്നെ ഇനി മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ലല്ലോ എന്ന ദിവ്യയുടെ ക്ഷമിക്കണം ഈ നവീൻ ബാബുവിന്റെ വീടിന്റെ മുന്നിൽ നിന്നാണ് മാധ്യമങ്ങൾക്ക് അത്തരം ഒരു ബൈറ്റ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം തന്നെയാണ് കാര്യങ്ങൾ തിരുത്തി പറയുകയും മാറ്റി പറയുകയും CBI അന്വേഷണമേ വേണ്ട എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഈ ആരാണ്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആരാണ് ഇവരൊക്കെ, അന്വേഷണം കൃത്യമായി പോവുകയാണ് എന്ന് പറയാൻ ഇവരൊക്കെ ആരാണ്? സത്യത്തിൽ ആ കുടുംബത്തിന്റെ അല്ലേ ആവശ്യം, ആ കുടുംബത്തിനല്ലേ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ കുടുംബം അല്ലേ പറയേണ്ടത് അന്വേഷണം കൃത്യമായ ശരിയായ ദിശയിലോട്ടാണ് പോകേണ്ടത് എന്ന് പറയേണ്ടത് അവരല്ലേ. അപ്പോൾ എന്തായാലും CBI അന്വേഷണം കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നവരാണെന്ന് പറയുമ്പോൾ കുടുംബം പറയുന്ന കാര്യത്തോടൊപ്പം നിൽക്കേണ്ടതുണ്ട്, അവരുടെ ആവശ്യത്തോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യത്തോടൊപ്പം നിൽക്കാതെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാതെ. അത് മാത്രമല്ല അന്ന് MV ഗോവിന്ദൻ ഇത് പറഞ്ഞതിന് ശേഷം PP ദിവ്യക്ക് ജാമ്യം ലഭിച്ചപ്പോൾ അവരെ ഇറക്കാനായിട്ട് ജയിലിന്റെ മുൻവശത്ത് ആദ്യം നിന്നിരുന്നത് MV ഗോവിന്ദന്റെ ഭാര്യയായിരുന്നു. അതൊക്കെ അന്ന് വലിയ രീതിയിൽ വിമർശനമായിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ഇപ്പൊ ഈ ജാമ്യ വ്യവസ്ഥ നൽകിയല്ലോ കോടതി, പക്ഷെ അതിന്റെ കാര്യമൊന്നുമില്ല. കാരണം PP ദിവ്യ ഇപ്പൊ അകത്തിരുന്നാലും PP ദിവ്യക്ക് വേണ്ടിയിട്ട് അവിടെ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമുക്ക് ഒന്നാമത് വ്യക്തമായിട്ടുണ്ട്. PP ദിവ്യ ഒളിവിൽ പോയ സമയത്ത് പോലീസ് അടക്കം പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ കേരള പോലീസിന് എപ്പോഴും പല കാര്യങ്ങളിൽ പുകഴ്ത്തുന്നതാണ്. എന്ത് കാരണം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കുറ്റകൃത്യം ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ. ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ ആണല്ലോ ഇതേ കണ്ണൂർ സ്ക്വാഡ് തന്നെയാണല്ലോ ഇതിനു മുൻപുള്ള അയൽപക്കക്കാരന്റെ 300 കോടി 300 പവൻ അടക്കമുള്ളവ മോഷ്ടിച്ചതിന് അയൽപക്കക്കാരനെ പിടികൂടിയ ആ ഒരു സംഭവ വികാസങ്ങൾ. അവർ 61ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു, 200ഓളം ആളുകളെ ചോദ്യം ചെയ്തു, അങ്ങനെ പലതരത്തിലുള്ള ഡോഗ് സ്ക്വാഡ് എത്തി, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ണൂർ സ്ക്വാഡ് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന കണ്ണൂർ സ്ക്വാഡിനെ കണ്ടിട്ടുണ്ട്. ഇതേ കണ്ണൂർ സ്ക്വാഡാണ് ഈ നവീൻ ബാബു മുനീശ്വരൻ കോവിലിന് വന്നതിന് ശേഷം പിന്നെ എവിടേക്കാണ് പോയത് ഇപ്പോഴും ഉത്തരവില്ല അവർക്കൊന്നും. അതൊക്കെ വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് അത്. പക്ഷെ അതിനൊന്നും നമുക്ക് തുടക്കം മുതൽ ഈ ഒരു കേസിന്റെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇപ്പോഴും പല സംശയങ്ങൾ. അത് നോർമലായിട്ട് ഒരാൾക്ക് തോന്നുന്ന സംശയമാണ്, അതിനൊന്നും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. CBI അന്വേഷണം വേണ്ട എന്ന് എവിടെ പറഞ്ഞു അവിടെ തുടങ്ങിയ സംശയം. സാധാരണക്കാർക്കൊക്കെ സംശയമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പെട്ടെന്നുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കലും നേരിട്ട് വന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു ഡൗട്ട് പിന്നെയും തോന്നി. എന്തുകൊണ്ട് ഒരിക്കൽ
ഒരു പക്ഷെ പാർട്ടി കുടുംബം ആയതുകൊണ്ടായിരിക്കാം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് അവർ തന്നെ ബോധ്യപ്പെടുത്തി തരികയാണ്. മാത്രമല്ല മറ്റൊന്ന്, ഈ പറയുന്ന പോലെ തന്നെ ഈ പാർട്ടി കുടുംബമാണ്, ആ പാർട്ടി കുടുംബം മുന്നോട്ട് പാർട്ടി കുടുംബം മിണ്ടാതിരിക്കുമെന്ന് അവർ കരുതി. പക്ഷെ അവരങ്ങനെയല്ല. മഞ്ജുഷ അങ്ങനെയല്ല. നവീൻ ബാബുവിന്റെ ഈ ഒരു നവീൻ ബാബുവിന് എന്താണ് ഉണ്ടായതെന്ന് കൃത്യമായി അറിയേണ്ട കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഹൈക്കോടതിയിൽ പോരാട്ടം നടത്തുന്നത്. മാത്രമല്ല അവര് മരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ അടുത്താണ് അവര് ജോലിക്ക് കയറി. അപ്പോൾ അവരൊരു സർക്കാർ ജീവനക്കാർ. അപ്പൊ അവർക്ക് അതും കൊണ്ടുപോകണം. അതിനോടൊപ്പം തന്നെ അതേ ഒരു സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ടാണ് അവരുടെ ഭർത്താവിന് ഇത്തരത്തിലൊരു കറ പുരളേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അത് തുടച്ചു നീക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച്, ഇങ്ങനെ അവർക്ക് അവരുടെ ജോലി കൊണ്ടുപോകണം, ഒരു സർക്കാർ സർവീസ് ആണ്, അതുപോലെ 2 മക്കൾ, അതെ, അവരെ കൊണ്ടുപോകണം. അതിനിടയിൽ ഇത്തരത്തിൽ ഉയരുന്ന പല വിവാദങ്ങളുണ്ട്. പക്ഷെ അതിനും ഇതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അവർ ആവശ്യമായിട്ട് ഈ കോടതി കാര്യങ്ങൾ മാത്രമാണ് അവര് വരുമ്പോ മാത്രമാണ് അവർ നിയമപരമായി മുന്നോട്ട് അതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്നത്. അല്ലാതെ അവർ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതോ ഒരു അഭിമുഖം കൊടുക്കുന്നതോ ഇതുവരെയായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. മാത്രമല്ല അപ്പൊ അതുകൊണ്ട് അതിനിടയിലാണ് ഈ പറയുന്ന ഇവരെല്ലാം തന്നെ വലിയൊരു ഗ്രൂപ്പിനോടാണ് പോരാടുന്നത്. അപ്പോൾ അതിനെ നേരിടണം. അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സമ്മതിക്കണം. അതായത് ഈ കൂടെ നിൽക്കുന്നവർ ശത്രുവാണോ മിത്രമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും ശത്രുവാണോ മിത്രമാണോ അറിയില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് മഞ്ജുഷയ്ക്ക്. അതായത് അവര് ഗോവിന്ദൻ മാഷ്ക്ക് പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അതായത് ഒരു മിത്രത്തെ പോലെ നിന്ന് ശത്രുപക്ഷത്തിന് വേണ്ടി പെരുമാറുന്ന അല്ലെങ്കിൽ ശത്രുവായി മാറുന്ന ഒരു സാഹചര്യം, അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതൊരു മാനസികാവസ്ഥ, വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അതായത് എന്താണ് അറിയാൻ പറ്റുന്നില്ലെന്നേ. ഇത്രയും ഡെവലപ്മെന്റ്സ് ഒക്കെ പലതരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത്, തന്റെ ഏറ്റവും അടുത്ത ആൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലതരത്തിൽ നിന്നും ഉള്ള അടികളും വരുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. അതും സ്വന്തമായിട്ട് പാർട്ടി ഉണ്ട്, അല്ല സ്വന്തമായിട്ട് കോടതിയുണ്ട്, സ്വന്തമായിട്ട് പോലീസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗത്തിനോടാണ് മഞ്ജുഷ ഇവിടെ ഒറ്റയ്ക്ക് പോരാടുന്നത്. അവർക്കൊപ്പം ഉണ്ടെന്ന് പറയുന്ന ഈ പറയുന്ന പോലെ. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർ ആർക്കൊപ്പം നിൽക്കും, ഇതിന്റെയൊക്കെ അവസാനം എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് കോടതിയിലും അതുപോലെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ മാത്രമാണ് അവർക്ക് വിശ്വാസം. അതൊക്കെ എന്താകുമെന്ന് നമുക്കറിയില്ല. അറിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി 21-ാം തീയതിയാണ് CBI അന്വേഷണം വരും എന്ന് തന്നെ, CBI ഈ ഒരു കേസിൽ വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വന്നു കഴിഞ്ഞാൽ ആദ്യം പലതരത്തിലുള്ള അഡ്വക്കേറ്റ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു കേസിൽ തെളിവ് നശിപ്പിച്ചതിന് FIR ഇടും. ആർക്കെതിരെ? പോലീസിനെതിരെ. ഈ അന്വേഷണം നടത്തിയ പോലീസിനെതിരെ FIR ഇടുമെന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്.